ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. മർക്കോസ് എഴുതിയ സുവിശേഷമാണ് 11-ാം അധ്യായം 24-ാം തിരുവചനം. ദൈവത്തെ പരിമിത വൃത്തത്തിൽ നിർത്താനുള്ള ശ്രമം ഇന്ന് നല്ലപോലെ നടക്കുന്നുണ്ട്. ഇത്രയൊക്കെ ആയിട്ടും എല്ലാം അങ്ങ് കൂട്ടിമുട്ടുന്നില്ല. എല്ലായിടത്തും അപൂർണതകൾ മാത്രമാണ് കൺവെട്ടത്ത് നിറയെ. ഇത്തരം സന്ദർഭങ്ങളിൽ കൂടെ കൂട്ടേണ്ടത് മറിയത്തെയാണ്. പുരുഷനെ തൊടാതെ ഉള്ളിൽ ജീവൻ വളരുമെന്ന് കണ്ണടച്ച് വിശ്വസിച്ചവളല്ല മറിയം. ദൈവം ജീവിത വഴികളിൽ ഇടപെട്ടാൽ അത്ഭുതങ്ങൾ നിറവേറും എന്ന ഉറച്ച പ്രത്യാശയായിരുന്നു അവളുടെ ജീവിതം നിറയെ. ദൈവത്തിനെല്ലാം സാധ്യമാണെന്നറിഞ്ഞ് മരണം വരെ മുന്നേറിയവളാണ് മറിയം. മാതാവിനോട് ചേർന്ന് നീ വചനം വെച്ച് പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾ നടക്കും. ഒരിക്കലും ജയിക്കാത്ത വിഷയത്തിൽ നീ ഫുൾ മാർക്കോടെ പാസ്സാകും. ഒരിക്കലും കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാത്ത നീ കലമാനിനെ പോലെ എഴുന്നേറ്റ് ഓടിച്ചാടും. ഒരിക്കലും തീർക്കാനാവാത്ത കടക്കെണ്ണിൽ നിന്നും നിന്നെ കരകയറ്റും. ഇവയെല്ലാം ഞാൻ ഇന്ന് കാണുന്ന അത്ഭുത കാഴ്ചകളാണ്. മാതാവ് വഴി സ്വർഗം നിന്നെ സഹായിക്കും, നിന്നെ വാനോളം ഉയർത്തുകയും ചെയ്യും. മറിയത്തിൻ്റെ ശാന്തമായ സ്നേഹം ആത്മസമർപ്പണത്തിൻ്റെ ഉത്തമ മാതൃകയാണ്. ഇത് വിശുദ്ധ യോഹന്നാൻ പൗലോസിൻ്റെ വാക്കുകളാണ്. വചനം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വചനമനുസരിച്ച് ജീവിക്കുക. സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. വചനം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ഓക്കെ, താങ്ക് യു, ബൈ.